എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ ഇൻഡെക്സ് സ്കോർ ഉടൻ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ഇൻഡെക്സ് സ്കോർ ഉടൻ പ്രസിദ്ധീകരിക്കും. അതുപോലെ തന്നെ ഡിസബിലിറ്റി കോട്ടയിൽ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ മെഡിക്കൽ ബോർഡ് റിസൾട്ട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എന്നുള്ള സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് ആ ഒരു PDF ആയി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അപേക്ഷയുടെ സൂക്ഷ്മ പരിശോധനയുടെ അടുത്ത ഘട്ടം പുരോഗമിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇൻഡെക്സ് മാർക്ക് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കും. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് നിങ്ങളുടെ മാർക്ക് പരിശോധിക്കുകയും എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള LBS സെൻറ്ററിനെ അറിയിക്കാവുന്നതുമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉടൻ ആരംഭിക്കുമെന്നാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം വിദ്യാർത്ഥികളെ കോളേജ് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ഉടൻ തന്നെ ആരംഭിക്കും എന്നുള്ളത് പ്രത്യേകം ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെഡിക്കൽ ബോർഡ് ഫിസിക്കൽ ഡിസബിലിറ്റി ഈ ഒരു PD കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളുടെ മെഡിക്കൽ ബോർഡിൻ്റെ റിസൾട്ടാണ് നിലവിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു PDF എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഡിസബിലിറ്റി കോട്ടയിലേക്ക് പരിഗണിക്കുന്നതിനായിട്ട് അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ ഒരു മെഡിക്കൽ മെഡിക്കൽ ബോർഡ് ഈ ഒരു തിരുവനന്തപുരത്ത് വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ റിസൾട്ടാണ്. നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ള ഡീറ്റെയിൽസാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. PD കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ ആ ഒരു PDF ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ ജില്ല, നിങ്ങൾക്ക് എത്ര % ഡിസബിലിറ്റി ഉള്ളത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സാണ് പഠിക്കാൻ പറ്റുക, അതുപോലെ തന്നെ BSc നഴ്സിംഗ് പഠിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് എലിജിബിൾ ആണോ എന്നുള്ള ഡീറ്റെയിൽസ് ഉൾപ്പെടെ എല്ലാവിധ ഡീറ്റെയിൽസുകളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഏതൊക്കെ പാരാമെഡിക്കൽ കോഴ്സുകളാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുക എന്നുള്ള ഡീറ്റെയിൽസും ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വിദ്യാർത്ഥിക്ക് ഡിസബിലിറ്റി 50% ഡിസബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിയുടെ ഇവിടെ BSc നഴ്സിംഗ് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് അവിടെ പറ്റുമെന്നാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഏതൊക്കെ ഈ ഒരു പാരാമെഡിക്കൽ കോഴ്സസാണ് ആ ഒരു കുട്ടിക്ക് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ള ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതുപോലെ ബാക്കിയുള്ള വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ PD കോട്ടയിലേക്ക് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾ അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആണോ എന്നുള്ളത് നൽകിയിട്ടുണ്ട്. ഇത് യെസ് ആണെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നാണ് നൽകിയിട്ടുള്ളത്. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഏകദേശം 6 പേജാണുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ഈ ഒരു ഡിസബിലിറ്റി കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യുകയും എന്നാൽ ആ ഒരു മെഡിക്കൽ ക്യാമ്പിൽ മെഡിക്കൽ ബോർഡിൽ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികളാണ്. അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. അവർ ആബ്സെൻ്റ് ആയിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ കോഴ്സുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ള ഡീറ്റെയിൽസാണ് ഇതിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഉടൻ തന്നെ ഇൻഡെക്സ് മാർക്ക് പ്രസിദ്ധീകരിക്കുകയും റാങ്ക് ലിസ്റ്റ് വരികയും നിങ്ങൾക്ക് ഉടൻ തന്നെ കോഴ്സ് ഓപ്ഷനുകൾ നൽകാനും പറ്റും എന്നാണ് നിലവിൽ വെബ്സൈറ്റ് വഴി ഈ ഒരു LBS സെൻറ്റർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.